എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ആൻഷു അലങ്കാർ ബുട്ടിക്കിൽ നിന്നും അലങ്കാർ ബുട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നു, അതുപോലെ തന്നെ മാളയിലും ആട്ടോ ഉള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് സൽവാർ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല ഡിമാൻഡായിരുന്നു. നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ആയി പോയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ചും കൂടെ കളർ ചേഞ്ചസ് നമ്മുടെ തൃശ്ശൂർ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ വേഗം ഇടാമെന്ന് വിചാരിച്ചു. കാരണം അതിന്റെ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ് മിക്ക പീസസും വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആനിവേഴ്സറി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 15th വരെയാണ് നമ്മുടെ ആനിവേഴ്സറി സെയിൽ ഉള്ളത്. ഈ വരുന്ന അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 12th, 13th, 14th നമ്മള് മെഗാ സെയില് നമ്മള് നമ്മുടെ രണ്ട് സ്റ്റോറിലും, മാള സ്റ്റോറിലും തൃശ്ശൂർ സ്റ്റോറിലും വെക്കുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് സെയിൽസ് എല്ലാ ഐറ്റംസിനും, അതായത് സൽവാർ മെറ്റീരിയൽസിലും സാരീസിലും എല്ലാ ഐറ്റംസിനും നമ്മൾ ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. പുതിയത് പഴയത് അങ്ങനെ ഒന്നുമില്ല, എല്ലാ ഐറ്റംസിനും ഫ്ലാറ്റ് നമ്മൾ ഇത്രയും ശതമാനം എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് സെയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ പറ്റുന്ന എല്ലാവരും തന്നെ നമ്മുടെ തൃശ്ശൂരും അതുപോലെ തന്നെ മാളിയിലും ഉള്ള സ്റ്റോർ വിസിറ്റ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തെ നമ്മുടെ സെറ്റ്സില് ഫസ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇന്നലെ കാണിച്ച സെറ്റ്സില് ഇതിന്റെ വേറെ കളർ ചേഞ്ചസ് ആണ് കാണിച്ചിരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ, കരിം പച്ച കളർ എന്ന് പറയില്ലേ, ആ ഒരു കളറിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. യോക്കിലേക്ക് ഇത് മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. സീക്വൻസ് ഫിനിഷിംഗും ഉണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, പ്ലെയിൻ ആയിട്ടുള്ള സാറ്റൻ സിൽക്കിന്റെ ബോട്ടം സെയിം ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണിത്. ഈ ദുപ്പട്ടയും വരുന്നത് ഈ സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. വൺ സൈഡ്, രണ്ട് സൈഡിലും സ്കാൽപ്പിംഗ് ഉണ്ട്. ഒരു സൈഡിലാണ് ഇച്ചിരി ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി, മറ്റേ സൈഡ് ഇങ്ങനെയാണ്. ഓൾ ഓവർ ദുപ്പട്ടയുടെയും ഇതുപോലത്തെ മിഷൻ എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. നമുക്ക് നല്ല റഫ്ലി നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് നല്ല സുഖമായിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1195, സെയിൽ പ്രൈസിംഗ് വരുന്നത് 995. ഇന്നത്തെ നമ്മുടെ സെറ്റ്സില് നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നേരത്തെ നമ്മൾ കാണിച്ച നല്ലൊരു കരിമ്പച്ചയാണ്. ഇത് അത്രയും, ഇതൊരു ഡാർക്ക് ഗ്രീൻ തന്നെ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആട്ടോ അത് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്കിലെ എംബ്രോയിഡറിക്ക് കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു എംബ്രോയിഡറി ആണ് ഇതിന്റെ യോക്കിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ, സെമി സിൽക്ക് തന്നെയാണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത്. സെയിം മെറ്റീരിയലിലേക്ക് തന്നെ വരുന്ന സ്കാൽപ്പിംഗ് ഒക്കെ, രണ്ട് സൈഡും സ്കാൽപ്പിംഗ് ചെയ്ത ഒരു ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കും ടോപ്പും ദുപ്പട്ടയും വരുന്നത് സെമി സിൽക്കും ആണ്. ഇന്നത്തെ സെയിൽ പ്രൈസിംഗ് വരുന്നത് 995. ഇന്നത്തെ നമ്മുടെ സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് മെറൂണും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ഇന്നലെ കാണിച്ചിരുന്നു. ഇത് ഒരു നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. യോക്കിലേക്കും ദുപ്പട്ടയിലേക്കും വന്നിരിക്കുന്നത് കട്ട് ബീഡും ഷുഗർ ബീഡ്സും ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഈ ഒരു യോക്ക് പോർഷനിലേക്ക് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ ബോഡിയായിട്ട് നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ടയുടെ രണ്ട് സൈഡ് എൻഡിങ്ങിലും ഇതുപോലത്തെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് ബീഡ്സ് ആണ്. ഇനി ഇതിന്റെ അരികത്ത് ഇതുപോലത്തെ ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. അപ്പൊ കുറച്ച് പേരൊക്കെ നമുക്ക് വാട്സാപ്പിൽ ചോദിച്ചായിരുന്നു, ഇത് ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്, അല്ല നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ കോട്ടൺ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1295, സെയിൽ പ്രൈസിംഗ് വരുന്നത് 1095. ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡും ലാവൻഡർ ഷെയ്ഡും ഒക്കെ ഇന്നലെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഡാർക്ക് വൈൻ ടു പിങ്കി ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ത്രെഡ്, എന്താ പറയാ ത്രെഡ് ഓടിയിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ചന്തേരിയിൽ വരുന്ന ദുപ്പട്ടയാണ്. ഡബിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഫുൾ ഇതുപോലത്തെ ചെറുതായിട്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡിലേക്ക് തന്നെയുള്ള സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1195, സെയിൽ പ്രൈസിംഗ് വരുന്നത് 995. ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഒരു ഡാർക്ക് ഗ്രീൻ ടു ഒരു പിസ്ത ഗ്രീൻ കോംബോ ആയിട്ട്. ഈ കോംബോസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കോംബോ ആണ് വന്നിരിക്കുന്നത്.
ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ക്ലോത്ത്, ഫ്രണ്ടിലും ബാക്കിലും ഈ ത്രെഡ് വീവിംഗ് ഒരു ത്രെഡ് പോയിട്ടുണ്ട്. നല്ല രസമായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സെറ്റ് ആണ് ഇത് വരുന്നത്. സെമി സിൽക്ക് ആണ്, നമുക്ക് അട്ടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ടു ഡാർക്ക് ഗ്രീൻ കോംപോയിക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ലൈറ്റ് പിസ്തയുടെ കളറിലെ സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. പ്രൈസിംഗ് വരുന്നത് 995. ഇന്നത്തെ നമ്മുടെ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഷ് പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ചന്തേരി മെറ്റീരിയൽ ആണ്. ഇതിന്റെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ക്രോഷ്യോ ലേസും പോയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് തുണിയാണ് ഇതിന്റെ ടോപ്പിന്റെ വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസയിൽ പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓർഗൻസ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇത് നല്ലോണം നമുക്ക് ഇങ്ങനെ ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ഓർഗൻസ കേട്ടോ. നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർഗൻസയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക്, ബ്രൗൺ ഷെയ്ഡിലേക്ക് കോട്ടൺ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1295. ഇന്നത്തെ സെയിൽ പ്രൈസിംഗ് വരുന്നത് 1095. ഇന്നത്തെ നമ്മുടെ സെറ്റ്സില് നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നേരത്തെ കാണിച്ച ഒരു ലൈറ്റ് ബ്ലഷ് പിങ്ക് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കർ പിങ്കിലേക്ക്, ഒരു ഓണിയൻ പിങ്കിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് വന്നിരിക്കുന്നത് സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്. ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ക്രോഷ്യോ ലേസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇതിന്റെ പ്ലെയിൻ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട സോഫ്റ്റ് സിൽക്ക് ആണ്, സോഫ്റ്റ് ചന്തേരിയാണ് ഇതിന്റെ ബേസ് ഫാബ്രിക്. നല്ലോണം ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് തുണിയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രിന്റഡ് ഓർഗൻസയാണ്. നല്ലോണം ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ഓർഗൻസയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലത്തെ കോട്ടൺ സിൽക്കിന്റെ ഒരു ഡാർക്ക് മെറൂൺ കോട്ടൺ സിൽക്കിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ആക്ച്വൽ പ്രൈസിംഗ് 1295, സെയിൽ പ്രൈസ് വന്ന് 1095. ഇന്നത്തെ നമ്മുടെ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇതിന്റെയും ടോപ്പ് സെമി സിൽക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ത്രെഡ് വീവിംഗ്സ് ഉണ്ട്. അതുപോലെ ഇതിന്റെ യോക്കിലേക്ക് മിറർ വർക്കും സീക്വൻസ് വർക്കും പിന്നെ എന്താ പറയാ ത്രെഡ് വീവിംഗും കൂടെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആട്ടോ. നമുക്ക് നല്ലോണം വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല സോഫ്റ്റ് സിൽക്ക് പാറ്റേണിലേക്കാണ്. ഇതിന്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അൺഈവൺ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ത്രെഡ് വീവിംഗ്സും അതുപോലെ ചെറിയതായിട്ടൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഷെയ്ഡിലേക്കാണ്. താഴേക്ക് വരുന്തോറും ഇതുപോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ, പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കും മുകളിലേക്ക് വരുന്തോറും ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡിലേക്കും ആട്ടോ അത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ സെയിം ഷെയ്ഡിലേക്ക് തന്നെ സാറ്റൻ സിൽക്കിൽ വരുന്ന ബോട്ടം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1195, സെയിൽ പ്രൈസിംഗ് വരുന്നത് 995. ഇന്നത്തെ നമ്മുടെ സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഒരു ഗ്രേ ഷെയ്ഡ് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സെമി സിൽക്ക് ആണ് കേട്ടോ അതിന്റെ ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അലക്കിയൊക്കെ നല്ലോണം വാഷ് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. ദുപ്പട്ട വന്നിരിക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡിലേക്കാണ്. ഒരു ലൈറ്റ് പീച്ച് ടു ഡാർക്ക് പീച്ചിലേക്കാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ഒരു എന്താ പറയാ ത്രെഡ് വീവിംഗ് പോയിട്ടുണ്ട്. ഗോൾഡൻ ഒരു ചെറിയൊരു ഗോൾഡൻ ത്രെഡ് വീവിംഗും പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് ഇട്ടു പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ് ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം പീച്ച് ഷെയ്ഡിലേക്ക് തന്നെയുള്ള സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസിംഗ് വരുന്നത് 1295, സെയിൽ പ്രൈസിംഗ് വരുന്നത് 1095. ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ ലാസ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് നമ്മൾ ഇന്നലെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാള സ്റ്റോറില് നമ്മൾ കാണിച്ചപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സെറ്റ്. നല്ല ഒരു ഗ്രേ കളറിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റർ ഗ്രേ കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല രസമുള്ള ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് ഇത് വന്നിരിക്കുന്നത്. ത്രെഡ് വീവിംഗ്സ് പോയിട്ടുണ്ട് ഓൾ ഓവർ ആയിട്ട്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ സെയിൽ പ്രൈസിംഗ് വരുന്നത് 1095. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.